നമസ്കാരം എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഇന്നലെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ, അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത സിനിമ ഇന്നലെ പോയി, ഞാനും കണ്ടു. അന്നേരം പിന്നീട് നമ്മൾ യൂട്യൂബിൽ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുമല്ലോ, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നോക്കും. അന്നേരം എനിക്ക് ആ സിനിമ വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു മസ്റ്റ് വാച്ച് പോലും അല്ല, വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാവുന്ന തന്നെയാണ് ഞാൻ എൻ്റെ റിവ്യൂ ചെയ്തത്. ഇനി ആദ്യമേ പറഞ്ഞോട്ടെ, ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ്. ചില സിനിമകൾ അപാരമായിട്ട് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർ കാണും, ചിലവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ഈ സിനിമ പക്ഷേ അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയല്ല എന്നാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് കൃത്യമായിട്ട് പറയാം. പക്ഷേ ഇങ്ങനെയുള്ളത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സിനിമ ഇൻഡസ്ട്രിയിലും വ്ളോഗർമാർക്കിടയിലും ഉണ്ടാക്കും എന്നുള്ളത് സംശയിക്കേണ്ട. കാരണം ഈ സിനിമ നമുക്ക് കാണുമ്പം ഒരു റൊമാൻസിനകത്ത് അഭിനയിച്ചിരിക്കുന്ന അർജുൻ അശോകന്, മഹിമ നമ്പ്യാർ, നമ്മുടെ അമൽ ഡേവിസ് ആയിട്ടുള്ള സംഗീതിൻ്റെ കുറച്ച് ഹ്യൂമർ ഒഴിച്ച് നിർത്തിയാൽ ഒരു കുഴപ്പമില്ലാതെ ഒരു വണ്ടിയും നമ്മൾ പറഞ്ഞില്ല, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുന്നതിന് വലിയ ബോറടി ഇല്ല എന്ന് പറയുന്നൊരു സിനിമയെ ഒരു പ്രമുഖ യൂട്യൂബർ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സിനിമയുടെ കാഴ്ചപ്പാടുള്ളതും വ്യക്തമായിട്ട് സിനിമയെക്കുറിച്ച് പറയുന്ന ഒരാളുമാണ്, അദ്ദേഹം ഇന്നലെ റിവ്യൂ ഇട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. കാരണം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു തെറ്റായ ഒരു വീഡിയോ ആയി പോയി എന്ന് എനിക്ക് തോന്നി, പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സിനിമ, നിറഞ്ഞാടുകയാണ് എല്ലാവരും, ഒരു രക്ഷയില്ലാത്ത ഗംഭീര സീനുകൾ കൊണ്ട് നിറച്ചേക്കുന്ന സിനിമ എന്നൊക്കെ പറയുമ്പം ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പം ഫുള്ള് തെറിയാണ് എഴുതിയേക്കുന്നത്. അന്നേരം ഞാൻ ആ പ്രമുഖ യൂട്യൂബർ ആരാണെന്നും നിങ്ങൾക്ക് പറയുന്നതന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സിനിമ വർക്കായില്ലെങ്കിൽ നമുക്ക് ആ തിയേറ്ററിൽ ഇരിക്കുന്ന കുറച്ച് പേരുടെ ആ പൾസ് കാണുമ്പോഴെങ്കിലും നമുക്കറിയാം ഒരു ഓളം ഉണ്ടാകും. ഇപ്പോൾ ആവേശം അല്ലെങ്കിൽ വേറെ കുറേ സിനിമകൾ നമുക്ക് കാണുമ്പോൾ തിയേറ്ററിൽ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കും, അങ്ങനെയുള്ള സിനിമകൾ. ഇതിനകത്ത് അങ്ങനൊരു യാതൊരു അംശവും എനിക്ക് തോന്നിയിട്ടില്ല. ചിരിക്കുന്ന കുറച്ച് സീനുകൾ ഒഴിച്ച് നിർത്തിയാൽ ഒരു രീതിയിലും നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിറഞ്ഞാടുന്ന രീതിയിലില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇതൊരു രാജമാണിക്യോ നരസിംഹമോ അല്ലെങ്കിൽ ഒരു ആവേശത്തിൻ്റെ ഡബിളോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മിസ്ഗൈഡിങ് എനിക്കുണ്ടായെന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ പറയുക. കാരണം ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കണ്ടിട്ട് പോയി പൈസ കൊടുത്ത് സിനിമ കാണുന്ന ആൾക്കാർക്ക് അതൊരു തെറ്റായ കാര്യമായിരിക്കാം. രണ്ട്, നമ്മളിത് വിശ്വസിച്ചാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ സിനിമ തിയേറ്ററിലേക്ക് പോകുന്നതിന് ഇവിടെ ഒരു കളങ്കം യഥാർത്ഥത്തിൽ വരികയാണ്. കാരണം നമ്മൾ വിശ്വസിച്ച ഒരാൾ പറഞ്ഞതെല്ലാം പൊട്ടത്തെറ്റായി പോയല്ലോ, കാരണം യാതൊരു സാമ്യമില്ലാത്ത പോലെ ആയല്ലോ എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനുശേഷം ഞാൻ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോഴും ഈ പറയുന്ന പോലെ വലിയ ഒരു ഭയങ്കരമായ സിനിമയുടെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതുപോലെ ഒരു രീതിയിലും അതിനകത്തൊരു കളക്ഷൻ ഇല്ല. ഞാൻ കാണുമ്പോഴും വലിയ കളക്ഷൻ ഇല്ലാതെ തന്നെയാണ് ആ തിയേറ്ററിൽ ഞാനും ഇരുന്ന് കാണും. വലിയ ആൾക്കാരില്ലാതാണ്, അത്യാവശ്യം ആൾക്കാരുണ്ട്, അത്യാവശ്യം ഒരു ആവറേജ് ഓഡിയൻസ് ഉണ്ട്. ആവറേജ് ഓഡിയൻസിന് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല, എല്ലാവരും കണ്ട് സിനിമ ഇറങ്ങി പോകുന്നു. വെറും തല്ലിപ്പൊളിപ്പടം എന്നല്ല ഞാൻ പറഞ്ഞത്, കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞില്ലേ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക, അത് OTT വന്നാലും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലുള്ള സിനിമയെ ഇത്രയും തള്ളി പറയുന്നത്. ഇതിന് മുമ്പ് എനിക്ക് കുറേ സിനിമകൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മളന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ ആൾക്കാരന്ന് നമ്മുടെയൊക്കെ ചെറിയ ചാനലായതുകൊണ്ടായിരിക്കാം അന്ന് വിമർശിച്ചു. ഉദാഹരണം, വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തല്ലിപ്പൊളി സിനിമ ഞാൻ പറഞ്ഞു, കാരണം വളരെ മോശം സിനിമ. പക്ഷെ അതും ഗംഭീര സിനിമയെന്ന് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എവിടൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് തോന്നി. കാരണം ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ എത്ര പ്രമുഖരായാലും പ്രശസ്തരായ വഴി നമ്മൾ ആരും ജനിക്കുന്ന പ്രശസ്തരായിട്ടല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ആ പ്രശസ്തി ആർജിച്ച് കഴിയുമ്പം വാക്കുകൾക്കൊക്കെ ഭയങ്കര വില വാക്കുകൾ കൽപ്പിക്കും. കാരണം നമ്മൾ അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും ഈ റൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ ഒരു രീതിയിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട്, അദ്ദേഹത്തിൻ്റെ റിവ്യൂവിനോട് നമുക്ക് ഒരു രീതിയിലും യോജിക്കാൻ എനിക്ക് പേഴ്സണലായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും പറയാം. കാരണം ഞാൻ എല്ലാ രീതിയിലും നോക്കി. കാരണം കമൻസ് നോക്കി, വീഡിയോ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് നോക്കി, അതിനകത്തൊന്നും ആരും വലിയ സംഭവമായിട്ട് പറയുന്നില്ല.
പിന്നെ നമ്മൾ തിയേറ്ററിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇത്, പിന്നെ ബുക്ക് മൈ ഷോ, എല്ലാ രീതിയിലും നോക്കുമ്പോഴും നമുക്കറിയാമല്ലോ ഒരു ഓളം ഉണ്ടാക്കുന്ന പടമാണെങ്കിൽ കത്തിയങ്ങ് കയറുമല്ലേ. ഇപ്പോൾ ഇത് ഏത് നടനാന്ന് പോലും ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ഗംഭീര സിനിമയെന്ന് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അടിച്ച് കയറുകയാണ് ആൾക്കാർ. അങ്ങനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് പ്രമുഖ യൂട്യൂബറിനോട് നമുക്കും പറയാനുള്ളൊരു കാര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ആയതുകൊണ്ട് നമുക്കതിനെ വെല്ലുവിളിക്കാനൊന്നും ഞാനാളല്ല. പക്ഷേ ഇങ്ങനെ തള്ളിമറിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ കാണുന്നത് വ്യൂവേഴ്സിനും അതിനൊരു സത്യസന്ധത വേണം എന്നെനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഒരു മാക്സിമം റേഞ്ചിൽ മാക്സിമം രീതിയിൽ ഈ സിനിമ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തോന്നിയുകൊണ്ട് മാത്രമാണ്. പ്രൊമോട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനുള്ള കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നിങ്ങളുടെ കമൻസ് എന്തായാലും പറയുക, കൃത്യമായിട്ട് പറയുക. പടം കണ്ടിട്ടുള്ളവർ കമൻസ് പറയുക. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.